ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ബുക്ക് മാർക്കർ ഉണ്ടാക്കിയെടുത്താലോ? ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബുക്ക് മാർക്കറാണിത്. ഇതെൻ്റെ കസ്റ്റമർ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ആയ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബുക്ക് മാർക്കർ ചെയ്യാനായിട്ട് ഒരു ഗ്രീൻ കളറിയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ഉണ്ടാക്കാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എനിക്കൊരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ ഞാനിതുപോലെ 2 എണ്ണം കൂടി, അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഈ ഒരു സ്പേസിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുടെ പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് ചെയ്ത് പഠിക്കുക. അതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചസ് ചെയ്യുക. നമ്മളിപ്പോൾ ഹാർട്ട് ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹാർട്ട് ഷേപ്പിൻ്റെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ 3 4 ചെയിൻ ചെയ്തു. പിന്നെ ഞാൻ 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഏത് കളേഴ്സിലും വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇവിടെ 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് യാൺ ഓവർ ചെയ്യുക, ഈ സ്പേസിലേക്ക് ഹുക്കിൻ സെറ്റ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എനിക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി അതുപോലെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി കിട്ടണം. ടോട്ടൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ്. ഒരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ടൈംസ് യാൺ ഓവർ ചെയ്ത് ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി ഞാൻ ഈ ചെയ്തത് ബാക്ക് വൈസ് ആയിട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഫസ്റ്റ് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒക്കെ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മാജിക് സർക്കിളിലാണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു ഹുക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്ത് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണിനെ നമ്മൾ ഹൈഡ് ചെയ്യാണ് ബാക്ക് സൈഡിലേക്ക്. ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുക.
ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ യാണ് ഇവിടെ ബാക്ക് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നത്, നമ്മൾ താഴെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ താഴെ ചെയ്ത ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ നേരെ രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടോ, ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതെന്നൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് യാണ് ഈ ഇങ്ങനെ ടൈലൻഡ് കുറച്ച് അധികം എടുത്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ 17 18 19 20. അപ്പോൾ ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ആ ബുക്ക് എത്ര ലെങ്ത് ഉണ്ട് ആ ലെങ്ത് നോക്കിയിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോട്ട്ബുക്ക് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ എനിക്ക് ഇനിയും ലെങ്ത്ത് വേണം. അപ്പോൾ നിങ്ങൾ ഏത് ബുക്കിനാണോ ഈ ഒരു മാർക്കർ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഇതിൻ്റെ ബുക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ബുക്കിൽ വെച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ എനിക്കിനിയും കുറച്ചുകൂടി ലെങ്ത്ത് വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ബുക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏത് ബുക്കാണോ യൂസ് ചെയ്യുന്നത് ആ ബുക്കിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് കിട്ടിയതിന് ശേഷം യാൺ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഹാർട്ടും അതുപോലെ ഇങ്ങനെ ഒരു ടെയിലുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ബാക്ക് സൈഡിൽ നിൽക്കുന്ന യാണുണ്ടല്ലോ, നമ്മൾ ഈ ടെയിലൻറ്റും ഫസ്റ്റ് നമ്മൾ മാജിക് സർക്കിളിൽ കിട്ടിയിട്ടുള്ള ടെയിലൻറ്റും ചെയിൻ 1 ചെയ്ത ടെയിലൻറ്റും ഒക്കെ പാടെ എല്ലാം ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് ഒന്ന് ഒരു നോട്ട് ആക്കിയിട്ട് കൊടുക്കാം. ഇത് ബാക്ക് സൈഡിലേക്ക് ആക്കണം കേട്ടോ. ഈ ഒരു നോട്ട് ഇടുന്നതൊക്കെ ബാക്ക് സൈഡിലാവണം. അതിന് ശേഷം നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. നോട്ടിടാതെ നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ. നോട്ടിടാതെ കട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ ഊരി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഈ യാണൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്ക് സൈഡ് ഞാനൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ ഇത് ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹാർട്ട് അല്ലേ, അപ്പം നമുക്ക് താഴെ ഭാഗത്തൊരു ഫ്ലവറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് മാജിക് സർക്കിൾ ചെയ്യാം. മാജിക് സർക്കിളിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് അറിയാത്തവരൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. ഈ മാജിക് സർക്കിളിൽ ഞാൻ 3 ചെയിൻ ചെയ്തു. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാജിക് സർക്കിളിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്, വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക.
സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ ഒരു 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക, 2 ഡബിൾ ക്രോഷേ, 1 2 3 ചെയിൻ, 1 2 3 സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 പെറ്റൽസായി. വീണ്ടും നമുക്ക് 3 ചെയിൻ ചെയ്യുക. 1 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 വീണ്ടും 3 ചെയിൻ ചെയ്യുക. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി 3 ചെയിൻ ചെയ്യുക. 1 2 3 ഒക്കെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ സെൻറ്ററിലേക്കാണ്, ഈ ഒരു സ്പേസിലേക്കാണ്. 3 DC ചെയ്യുക, 2 DC ചെയ്യുക. 3 ചെയിൻ 2 DC 3 ചെയിൻ സ്ലീപ്പ് സ്റ്റിച്ച്. ഇതാണ് ഈ ഒരു പെറ്റലിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 പെറ്റലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 5 ആണെങ്കിൽ ഒന്നും കൂടി ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈലൻ്റ് ഉണ്ടല്ലോ, ഈ ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ഈ സെൻറ്ററിലെ ഹോള് സ്പേസ് പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ 4 പെറ്റൽസ് മതി, അതുകൊണ്ടാണ് ഞാൻ 4 പെറ്റൽസിൽ നിർത്തിയത്. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടെയിൽ വലിച്ചു കൊടുക്കാം, വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 പെറ്റൽസിൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് ഈ ടെയിൽ വലിച്ചിട്ട് നമുക്കൊന്ന് മുകളിലേക്ക് എടുക്കാം ആദ്യം. പിന്നെ ഏതെങ്കിലും ഒരു സ്പേസിലെടുത്തിട്ട് താഴത്തേക്ക് വലിച്ചിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് ഒരു നോട്ട് ഇട്ടിട്ട് കെട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഹാർട്ടിൻ്റെ ഈ ടെയിലുണ്ടല്ലോ, ഹാർട്ടിൻ്റെ ടെയിലിൻ്റെ ലാസ്റ്റ് ഭാഗം പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നോട്ടിട്ടിട്ടുള്ള ഈ ആണുണ്ടല്ലോ, ഈ ഒരു ആണിൻ്റെ കൂടെ ഈ വരുന്ന ഈ ആണും കൂട്ടിയിട്ട് ഒന്നുകൂടെ കെട്ടിക്കൊടുക്കാം. നമുക്ക് ബാലൻസ് വരുന്ന ഈ ആൺസൊക്കെ കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. 1-2 പ്രാവശ്യം നിങ്ങൾ കെട്ടി കൊടുത്തോളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബുക്ക് മാർക്കർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമ്മൾ 2 സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും അതുപോലെ ഒരു 4 പെറ്റൽസിൻ്റെ ഫ്ലവറും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബുക്ക് മാർക്കറാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബുക്കിൽ വെച്ച് നോക്കുമ്പോൾ ഏത് ബുക്കാണോ യൂസ് ചെയ്യുന്നത് അത്രയും ബുക്കിൻ്റെ